ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് വിനാഗിരി ഒഴിച്ച് നോക്കൂ. ഞെട്ടിക്കുന്ന റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കേണ്ട വീഡിയോ തന്നെയാണ്, ടിപ്പ് തന്നെയാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടെ കണ്ടു നോക്കാം, എന്തിനാണെന്നും കൂടെ കണ്ടു നോക്കാം. പ്രായഭേദമന്യേ ഇപ്പോൾ ഉണ്ടാകുന്ന അകാല നര, പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന നരകളെല്ലാം മാറാനും 80 വയസ്സിൽ നമ്മുടെ മുടി നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയൊരു ടിപ്പാണ് ഇന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ചെയ്തും കൂടെ നോക്കണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഞാൻ കുറച്ച് ദോശയ്ക്കാണ് മാവ് അരച്ചു വെക്കുക. ഈ ഒരു ദോശ ഇതുകൊണ്ട് നമുക്ക് ഇഡ്ഡലി അതുപോലെ തന്നെ മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ ചെറിയ തരിതരിപ്പോടെ വേണം അരയ്ക്കാൻ. അതിൽ ഇച്ചിരി കൂടുതലായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാവിന് നമുക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും വിടാതെ തന്നെ നമുക്ക് മാവ് നല്ല രീതിയിൽ തന്നെ പുളിച്ച് പൊങ്ങാനും നല്ല സോഫ്റ്റ് ആകാനും നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാവ് അരച്ച് വെക്കുന്ന കൂടെ തന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മാവ് നല്ല പുളിച്ച് പൊങ്ങുകയും അതുപോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. നമ്മൾ തവി കൊണ്ടൊന്നും നമ്മൾ ഇങ്ങനെ ഇളക്കി വെക്കാതെ കൈകൊണ്ട് ചെയ്യുന്നത് കൈ നല്ല ക്ലീൻ ആയി ഇരിക്കണം. എന്നിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ വെക്കാനായിട്ട് കേട്ടോ. നമ്മൾ കിച്ചണിൽ വീട്ടമ്മമാരെന്നും ജോലി ചെയ്യുന്നത് നമ്മുടെ കൈ നല്ല ക്ലീൻ ആയിരിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാവിനെ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. നല്ല ചൂടുള്ള ഏരിയയിൽ വെക്കുന്നതാണ് നല്ല കേട്ടോ. നല്ല തണുപ്പ് ഏരിയയിലാണെങ്കിൽ പെട്ടെന്ന് നല്ലപോലെ പുളിച്ച് വരുത്തൊന്നുമില്ല. അപ്പോൾ അഥവാ തണുപ്പുള്ള ഏരിയയിലുള്ള ആൾക്കാർ താമസിക്കുന്നെങ്കിൽ അവർ അടിയിൽ ചെറിയൊരു ചൂടുവെള്ളം ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് വെച്ചിട്ട് അടുപ്പ് വെച്ച് അടച്ച് വെക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് മാവ് പുളിച്ച് പൊങ്ങി വരും കേട്ടോ. പുളിച്ച് തൂക്കി പോകത്തൊന്നുമില്ല. കറക്റ്റ് ഇതായിട്ട് ഒരു കുറച്ച് വലിയൊരു പാത്രത്തിൽ അടച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. മാവ് ഒഴിച്ച് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടിട്ട് നല്ല ഐസ്ക്രീം പോലെ നമ്മുടെ മാവ് ഇവിടെ നല്ല പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റുമാണ്. നല്ലപോലെ ഒരു സോപ്പ് പോലെ അതുപോലെ ഐസ്ക്രീമൊക്കെ പതഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്കിതിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ദോശയൊക്കെ ഉണ്ടാക്കി നോക്ക്. ഗുണ്ടുമണി പോലെ നല്ല ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ ചിക്കനൊക്കെ മേടിക്കുമ്പം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടും ഇതിൻ്റെ ഈ അഴുക്കൊക്കെ കാണുമല്ലോ. ഒരു സൈസ് സ്മെല്ലും ഉണ്ട് ചിക്കനൊക്കെ അല്ലേ. അപ്പോൾ ഇത് നല്ലപോലെ സ്മെല്ലും പോയി അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലുപ്പും വിനാഗിരിയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം വെറുതെ കളയുമല്ലോ. അപ്പോൾ ഇങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ അന്നിപ്പോൾ പഠിച്ച കഞ്ഞിവെള്ളമാണേലും കുഴപ്പമില്ല, ആ ചെറു ചൂടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ആ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഈ ചിക്കൻ എടുത്തിട്ടിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം കഴുകി നോക്കൂ. ഫുൾ ആ ഉളുമ്പും മണവും അതുപോലെ തന്നെ ഇതും നമ്മുടെ അതിലെ അഴുക്കും ആ ബ്ലഡിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി നല്ല ക്ലീനായി കിട്ടുന്നതായിരിക്കും. അതിൻ്റെ തുപ്പുകല്ലോ അതുപോലെ തന്നെ വിനാഗിരി ഒന്നും ഒഴിച്ച് കഴുകേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മളിപ്പോൾ മുട്ടയൊക്കെ എല്ലാവരും അടുപ്പത്ത് വെച്ച് നല്ല വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ മുട്ടക്കോട്ടൊക്കെ ഒന്ന് പൊട്ടും അല്ലേ. അപ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മളിപ്പോൾ അഥവാ ഒന്ന് പൊട്ടിപ്പോയെങ്കിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഒരു തുള്ളി വിനാഗിരി ഒഴിച്ച് നോക്കണേ. അതിനുശേഷം നമ്മളൊന്ന് മുട്ടയെന്ന് ഇത് ആദ്യം ഒന്ന് ഇട്ടത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊട്ടി ഫുള്ള് വെളി ചാടി വരത്തില്ല. പിന്നെ ആ വെള്ളം ഒന്നും എല്ലാം ഒരു മുട്ട പൊട്ടിയ ഫുള്ള് മുട്ടയിൽ അതെല്ലാം പറ്റി പിടിച്ചിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മുട്ട കറക്റ്റായിട്ട് തന്നെ ആ പൊട്ടി ഫുള്ള് വെളിയിൽ പോകാതെ കറക്റ്റായിട്ട് തന്നെ അതിനകത്തിരിക്കും കേട്ടോ. അപ്പം വേറെ മുട്ടകളൊന്നും പൊട്ടിയും പോകത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ വീടുകളിൽ ഇതുപോലെ തുരുമ്പ് പിടിച്ച് ഇത് കുറച്ച് തുരുമ്പേ ഉള്ളൂ, നല്ല ഒത്തിരി കഠിനമായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റി പിന്നെ ആക്രിക്കടയിലേക്ക് തൂക്കി കൊടുക്കാറാണ് പതിവല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നല്ല ചട്ടിയാണെങ്കിൽ പോലും ഇങ്ങനെ തുരുമ്പ് നല്ലപോലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഭയങ്കര ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചേറെ വിനാഗിരി എടുക്കുക. എന്നിട്ടൊരു മുക്കി വെക്കുക. വിനാഗിരിയിൽ വെള്ളം ഒന്നും ചേർക്കണ്ട. ഇപ്പം ഞാൻ എൻ്റെ ചെറിയൊരു ചീനിച്ചട്ടിയിൽ നല്ല തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുരുമ്പ് പോകാനായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ കഴിയുമെന്ന് പറഞ്ഞാൽ തുരുമ്പ് പെട്ടെന്ന് പിന്നെയും വരും. അപ്പോൾ പിന്നെ വരാതിരിക്കാനും അതുപോലെ തന്നെ തുരുമ്പ് ഫുള്ള് പോകാനും നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ അളവ് വിനാഗിരി ഒഴിച്ചിട്ട് സ്പൂണ് കൊണ്ടോ കൈ കൊണ്ടോ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് 2 മിനിറ്റ് വെക്കാം. അതിനുശേഷം ഒന്ന് എടുത്തു നോക്കി ആ തുരുമ്പ് ഫുള്ള് ഇറങ്ങി ഇത് കണ്ടേ. നമുക്ക് തേക്കോ ഒരക്കോ ഒന്നും വേണ്ട. കണ്ട
ഇത് ഈ ആ ഒരു തുരുമ്പ് വെള്ളമാണ് കേട്ടോ. ആ വിനാഗിരി ഇങ്ങനെ ഒഴിച്ച് കണ്ട് നല്ല തുരുമ്പ് ഫുൾ ഇറങ്ങി നമ്മുടെ ആ ചീനിച്ചട്ടിയുടെ ഒരു ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെളുത്ത് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുരുമ്പ് പിടിച്ച് എന്ത് സാധനം ഉണ്ടെങ്കിലും കുറച്ച് വിനാഗിരി വെള്ളത്തിലേക്ക് മുക്കിയിടുവാണെങ്കിൽ നല്ല പുതുനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കണ്ടില്ല, ഫുള്ള് തുരുമ്പ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ചീനിച്ചട്ടി അടിപൊളിയായിട്ട് ഇവിടെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുമല്ലോ. ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമുക്കിപ്പം ഇത് ആ ഒരു ചീനിച്ചട്ടി തന്നെയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല തുരുമ്പ് പിടിച്ചട്ടി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ചീനിച്ചട്ടിയിലേക്ക് ഞാനിപ്പോൾ ഈ ഇട്ട് കൊടുക്കുന്ന പൊടി നമ്മുടെ മുരിങ്ങയില ഉണക്കി പൊടിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. നമ്മളെ വീടുകളിൽ മുറ്റത്ത് കാണുന്ന ആ ഇല ആരും കളയരുത്. നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ നമുക്ക് കണ്ണിന് ആഹാരത്തിലൊക്കെ ഈ മുരിങ്ങയില കൂട്ടുവാണ്. ഔഷധ ഗുണം വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഇത് കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. ഒരുപാട് മുരിങ്ങയില കിട്ടുവാണെങ്കിൽ നിങ്ങൾ ക്ലീൻ ആക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച്, വെയിലത്ത് വെച്ചില്ലെങ്കിൽ വീടിനുള്ളിൽ വെച്ചിട്ടാണെങ്കിലും ഉണക്കി പൊടിച്ച് ഇതുപോലെ കരിച്ച് പൊടിച്ചെടുത്ത് കുപ്പി വെക്കുവാണ് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഇത് അകാല നര മാറാനും നരച്ച മുടീനെ കറുപ്പ് ഒരു ഷെയ്ഡിലേക്ക് കൊണ്ടുവരാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുടി നല്ലപോലെ കിളുക്കാനും താരം പോകാൻ, അതുപോലെ മുടിക്കായ പേന ഈര ഇതെല്ലാം പോകാൻ സഹായിക്കുന്നതും കൂടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ മുരിങ്ങയില പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണിൽ കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തലമുടിയിലേക്ക് പേസ്റ്റാക്കി തലമുടി നരച്ച മുടിയിലേക്ക് പുരട്ടുവാണെങ്കിൽ അത് നമുക്ക് നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമ്മുടെ ആ നരച്ച മുടി ഇരുണ്ട ഷെയ്ഡിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് നാച്ചുറൽ ആയത് കാരണം ഒറ്റയടിക്ക് നമ്മൾ കെമിക്കൽ മേടിച്ചടിക്കുന്ന പോലെ കറുക്കത്തില്ലെങ്കിൽ ഇത് മുടിക്ക് വളരെ നല്ലതാണ്. മുടി ഇരിക്കെ നല്ലപോലെ ഇരുണ്ട ഷെയ്ഡിലേക്ക് വരാൻ സഹായിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് അലോവേര ജെൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഗ്ലിസറിന് കുറച്ച് ഒഴിക്കുക, എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമ്മൾ രാവിലെ കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് എണ്ണയുടെ രൂപത്തിലാക്കിയിട്ട് നമ്മൾ തലമുടിയിൽ അപ്ലൈ ചെയ്യാനാണ്. ഇപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെയാണ് തല പേസ്റ്റ് ആക്കിയിട്ടാണ് തലയിലേക്ക് കുട്ടികൾക്കും ഞങ്ങൾക്കും എല്ലാം തലയിൽ അങ്ങനെയാണ് അപ്ലൈ ചെയ്യാറുള്ളത്. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും പറയും കൈ മാത്രം കറക്കത്തുള്ളൂ, മുടി കറക്കത്തില്ലെന്ന് പറയും. ഇത് നാച്ചുറൽ ആയത് കൊണ്ട് പതുക്കെ മുടി പിടി. ചിലർ മുടിയിൽ താമസമായിരിക്കും, ചില മുടിക്ക് നല്ല കട്ടിയും ചില മുടി നല്ല പഞ്ഞി പോലത്തെ മുടിയുമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പഞ്ഞി പോലത്തെയുള്ള മുടികളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഇത് നല്ലൊരു റിസൾട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കളർ നമ്മുടെ മുടി പിടിക്കുമെന്ന് ഉറപ്പാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് നിങ്ങൾ 2 പ്രാവശ്യം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു കറുപ്പ് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇനി ഒരു കുസൃതി ചോദ്യം ചോദിക്കാമേ. വെള്ളത്തിൽ ജനിക്കും, വെള്ളത്തിൽ ജീവിക്കും, പക്ഷേ വെള്ളം കുടിച്ചാൽ മരിക്കും. അത് എന്താണ്? അപ്പോൾ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുതേ. അപ്പോൾ അതെ, ഞാൻ എൻ്റെ മുടിയിലേക്കാണ് കൂടുതൽ അപ്ലൈ ചെയ്തുകൊണ്ട് എൻ്റെ നെറ്റിയിലെ സൈഡിലെ നരകളെല്ലാം ഒരുപാടുണ്ടായിരുന്നു, ചെറിയ നരയൊക്കെ. ഞാൻ ഇങ്ങനെ കെമിക്കലൊന്നും മേടിച്ചടിക്കുമ്പോൾ എനിക്ക് അലർജിയാണ്. അതുകൊണ്ട് വീട്ടിൽ ഇങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടുന്ന വീഡിയോസാണ് എൻ്റെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അപ്പം ചാനലിൽ ഇട്ടിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കുട്ടികൾക്കും മിക്കും എല്ലാം ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. കെമിക്കലൊന്നും മേടിച്ചടിക്കത്തില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം. അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.